സഞ്ജു ഇപ്പോൾ തന്റെ ഭാര്യ തന്നെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. ഓരോ തവണയും ചാരു ഇത്തരത്തിൽ വാക്കുകൾ തന്നോട് പറയും. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒന്നും വിശ്വസിക്കരുതെന്നും ഒന്നും സ്ഥിരതയുള്ളതല്ല എന്നും തന്റെ ഭാര്യ തന്നോട് പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പോൾ സഞ്ജു വെളിപ്പെടുത്തുന്നത്. 2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ സ്ഥാനം ലഭിക്കാതെ പോയതിന്റെ നിരാശ തുറന്നു പറഞ്ഞ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ എത്തുന്നു. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ മോശം ഫോമും തൊട്ടു പിന്നാലെ ലഭിച്ച അവസരങ്ങൾ മുതലാക്കി ഇഷാൻ കിഷൻ നടത്തിയ മികച്ച പ്രകടനവുമാണ് ടീമിലെ തന്റെ അവസരം നഷ്ടപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സഞ്ജു ഇക്കാര്യം വെളിപ്പെടുത്തി. ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുള്ള പരമ്പര 24, 6, 6, 10, 0 എന്നിങ്ങനെ റൺസിലാണ് പോയത്. മോശം ഫോം ലോകകപ്പ് സ്വപ്നങ്ങളിൽ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് ശേഷം ഇഷാൻ കിഷൻ ടീമിലേക്കും വന്നു. അദ്ദേഹത്തിന്റെ മുന്നേറ്റം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആദ്യഘട്ടത്തിൽ ടീമിൽ പോലും അല്ലാതിരുന്ന ഇഷാൻ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ ഒറ്റയ്ക്ക് ചാമ്പ്യന്മാരാക്കിയാണ് തിരിച്ചെത്തിയത്. ഇന്ത്യൻ ടീമിൽ ചില അവസരങ്ങൾ അദ്ദേഹം തകർപ്പൻ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ടീമിലെ എന്റെ സ്ഥാനത്തിന് മുകളിലേക്ക് ഇഷാൻ ഉയരുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 24, 6, 6, 10 എന്നിങ്ങനെയായിരുന്നു റൺസ്. മോശം ഫോം ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി. ഉയർന്ന സ്കോർ 24 ആവുകയും ചെയ്തു. പകരം വന്നയാൾ ഇറങ്ങിയ ഉടനെ 70ഓളം റൺസ് അടിക്കുകയും പിന്നാലെ സെഞ്ചുറിയും നേടി. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു മാനേജ്മെന്റും മികച്ച ഫോമിലുള്ള കളിക്കാരനെയാകും തിരഞ്ഞെടുക്കുക. ലോകകപ്പിലേക്ക് അവസരം കൈവിട്ടു പോയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സങ്കടമുണ്ടായിരുന്നുവെങ്കിലും മിണ്ടാതിരുന്ന് കൈയടിക്കുക മാത്രമായിരുന്നു എനിക്കപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം മാറി മറിയും. അതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രീതി. സെഞ്ചുറികൾ നേടിയപ്പോൾ എന്റെ സ്ഥാനം സുരക്ഷിതമായെന്ന് പലരും പറഞ്ഞു. എന്നാൽ ഞാൻ അത് വിശ്വസിച്ചില്ല. അതിനുശേഷമാണ് ന്യൂസിലൻഡ് പരമ്പര വരുന്നത്. ലോകകപ്പ് മനസ്സിൽ കണ്ട അതികഠിനമായ പരിശീലനം നടത്തിയിട്ടും കിവീസ് പരമ്പരയിൽ തിളങ്ങാനായില്ല. ഞാൻ കൂടുതൽ പരിശ്രമിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മണിക്കൂറുകളോളം പരിശീലിക്കുന്നതിനേക്കാൾ പ്രാധാന്യം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുകയാണെന്ന ഭാര്യയുടെ വാക്ക് എത്ര ശരിയാണെന്ന് ന്യൂസിലൻഡ് പരമ്പര തന്നെ പഠിപ്പിച്ചുവെന്ന് സഞ്ജു കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓരോ തവണയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും ഓരോ കാര്യങ്ങൾ വളരെയധികം വ്യക്തമാക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നു. സഞ്ജുവിന്റെ ആരാധകരെക്കുറിച്ചും സഞ്ജുവിന്റെ ഒരു മനസ്സിനെ കുറിച്ചും എല്ലാവർക്കും നന്നായി അറിയാം. പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കുകയും അതേപോലെ സംസാരിക്കുകയും ചെയ്യുന്നതും ഇതേ വിഷയത്തെക്കുറിച്ചാണ്. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് പറയുന്നതും നമുക്ക് മനസ്സിലാകുന്നു. സഞ്ജുവിന്റെ ആരാധകർ വളരെയധികം ചിന്തിക്കുകയും അതുപോലെ സഞ്ജുവിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ്. പ്രേക്ഷകർ വളരെ കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നതും കൃത്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു.